ഗൈസ്, അൺചാർട്ടഡ് 3ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞു നിർത്തിയത് വിക്ടർ വന്നിട്ട് ഒരു ഗ്രീൻ കളർ ഡ്രസ് ഇട്ട ഒരു അങ്കിളിന്റെ കയ്യിൽ നിന്ന് ഒരു കീ അഴിച്ചു മാറ്റുന്നത് വരെയാണ്. അങ്ങനെ കീ അഴിച്ചു മാറ്റി കഴിഞ്ഞതിന് ശേഷം മ്യൂസിയം തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു വില്ലൻ വന്നിട്ട് വിക്ടറിനെ പിടികൂടും. അങ്ങനെ ഒരു വില്ലന്റെ ഗാങ്ങിൽ ഒരു വില്ലന്റെ ഗണ്ണ് അഴിച്ചു മാറ്റിയിട്ട് വേറെ ഒരുത്തനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ഗ്രീൻ കളർ ഡ്രസ് ഇട്ട അങ്കിള് വന്നിട്ട് വിക്ടറിനെ രക്ഷിക്കും. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കമ്പനിയാവും. അതിനുശേഷം അതിലൊക്കെ കൂടിയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വിക്ടറിന് വന്നിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഇരിക്കും, നമ്മൾക്ക് കഴിക്കാൻ പറയും. അങ്ങനെ വിക്ടറിൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാണ് നീ എൻ്റെ പേഴ്സിൻ്റെ അകത്തുനിന്ന് കീയൊക്കെ അടിച്ചു മാറ്റിയത്? എന്തിനാണ് നീ മ്യൂസിയത്തിൽ പോയിട്ട് അവിടുത്തെ ഒരു റിങ് അടിച്ചു മാറ്റിയത്? എന്തിനാണ് നീ സെക്യൂരിറ്റീൻ്റെ അടുത്തുനിന്ന് ചീത്തയൊക്കെ കൊള്ളുന്നത് ചോദിക്കും. അതേസമയം നമ്മളുടെ വിക്ടർ പറയും, എൻ്റെ ഏറ്റവും മരിക്കുന്നതിന് മുൻപ് മെമ്മറിക്ക് വേണ്ടി തന്നൊരു റിങ്ങാണത്. ആ റിങ് വന്നിട്ട് ഞാൻ ആർക്കും കൊടുക്കാറില്ല. പക്ഷെ ഒരു പ്രാവശ്യം കുറച്ച് പേര് വന്ന് ഈ റിങ് അടിച്ച് മാറ്റിയിട്ട് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ആ റിങ് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണമെന്ന്. അങ്ങനെ ഞാൻ പോയി അങ്ങനെ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തെത്തും. അങ്ങനെ ഞാൻ ഒരു റിങ് അടിച്ചു മാറ്റുകയും സെക്യൂരിറ്റീൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടിയിട്ട് ഞാൻ പുറത്തു പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കീ അടിച്ചു മാറ്റുന്നത്. അങ്ങനെ മ്യൂസിയം തുറന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കീ അഴിച്ചു മാറ്റിയിട്ട് നാം മ്യൂസിയം തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു വില്ലന്മാരൊക്കെ വന്ന് പിടിച്ചത്. മാല അങ്ങോട്ട് ഒന്ന് തന്നേ, ഞാനൊന്ന് നോക്കട്ടെ. താഴെ ഒന്ന് നോക്കിട്ടാ തിരിച്ചു തരാലോ. ശരി, എന്നാ മാല. ഓ, നല്ല സീന് മാല. ഇതാണ് നിന്റെ ഏറ്റവും മെമ്മറിക്ക് വന്ന് തന്നതല്ലേ? ഇതാണ് എൻ്റെ ഏറ്റവും മെമ്മറിക്ക് വന്ന് തന്നത്. മാല ഉള്ളിടത്തോളം കാലം എൻ്റെ ഏറ്റവും എൻ്റെ കൂടി ഉണ്ടാവുന്നതാണ്. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നിധി കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച്. നമ്മൾക്ക് എന്തായാലും ഈ നിധി കണ്ടുപിടിക്കാൻ പോകണം. ഓ, ഞാനും നിങ്ങളുടെ കൂടെ വരാം, എനിക്കും അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടമാണ്. ഓ, അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സായിട്ട് രണ്ടുപേർക്കും കൂടെ നിധി കളിച്ച് മാറ്റാം. നമ്മൾക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ ബുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബുക്ക്? എന്ത് ബുക്ക്? നിധി കണ്ടുപിടിക്കുന്ന ബുക്കില്ലേ, അതാണ് എൻ്റെ ബുക്കാണത്. ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതനുസരിച്ചപ്പോൾ നമ്മൾക്ക് നിധി കണ്ടുപിടിക്കാം അല്ലേ? നമ്മൾക്ക് എന്തായാലും നിധി കണ്ടുപിടിക്കാൻ പോവാലോ. പക്ഷെ അത് ഇത്തിരി കഷ്ടമാണ്. ഓ ശരി. ബുക്ക് കാണിക്കേ, നമുക്ക് നോക്കാലോ എന്തൊക്കെയുണ്ടെന്ന്. ഞാൻ കാണിക്കല്ലേ ബുക്ക്. എൻ്റെ കയ്യിലുണ്ട് ബുക്ക്, നോക്കിക്കോളൂ സാർ, നോക്കിക്കോളൂ. നമ്മൾ ഇതൊക്കെയാണ് നിധി. 100ഓളം വർഷങ്ങൾക്ക് മുൻപ് നിധിയൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഓഷ്യൻ്റെ ഇടയിൽ, ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ ഒരു ആണ്. ആർക്കും ഇതുവരെയായിട്ട് അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. നമ്മൾക്ക് എങ്ങനെയെങ്കിലും എത്തണം. അതൊരു രാജ്യത്താണ് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓ, ഇതിത്തിരി ടാസ്ക് ആണല്ലോ. ഇതിത്തിരി ടാസ്ക്കാണ്, നമ്മൾക്ക് എന്തായാലും കണ്ടുപിടിക്കണം. സാറ് കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പായാണ്. ഞാൻ വരാമല്ലോ. നമ്മൾക്ക് വന്നിട്ട് അത് കണ്ടുപിടിക്കാൻ പോകും. ഇതിനെക്കുറിച്ച് നിറയെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാർ എന്തായാലും എൻ്റെ കൂടെ വരണം. ഹിസ്റ്ററിയോ? ഈ ഹിസ്റ്ററി, വലിയ ഹിസ്റ്ററികളൊക്കെ ഉണ്ട്. അതെ, വലിയ ഹിസ്റ്ററികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത്രയും ചെറുപ്പത്തില്? അതന്നെ, ചെറിയവരൊന്നും ഇല്ലല്ലോ. ശരിയാ, നമ്മൾക്ക് എന്തായാലും നിധി കണ്ടുപിടിക്കാം. പോടാ, സൂക്ഷിച്ചിട്ട് പോ. അവരും പോയി. ഇനി നിങ്ങളോ? ഹലോ, എനിക്ക് മോനെ, എനിക്കാ. ഇതായിരിക്കും നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് കൂടി പ്ലാൻ ഇട്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തതെന്ന്. വിക്ടറിന്റെ ഗാങ്ങിൽ തന്നെ ഒരുത്തനെ വിളിച്ചിട്ട് ഇവന്റെ വില്ലന്മാരുടെ ഗാങ്ങിൽ വന്ന് നിൽക്കാൻ പറയും. അങ്ങനെ വില്ലന്മാരുടെ ഗാങ്ങിൽ വന്ന് നിന്നിട്ട് ഒരു തോക്ക് എടുത്തിട്ട് വെടിവെക്കും. പക്ഷെ അത് ഈ തോക്കിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടാവില്ല, സോസ് ആയിരിക്കും. അത് വന്നിട്ട് ഇവന്റെ ദേഹത്ത് വന്നിട്ട് വീഴും. അപ്പോൾ ഇവന്മാർ മരിച്ചമാരി അഭിനയിക്കും. അപ്പോൾ വില്ലന്മാരെ വിചാരിച്ചു മരിച്ചു. അങ്ങനെ വില്ലന്മാരെ അവൻ്റെ മാലയും കൊണ്ട് പോകും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ റിങ്, ഒറിജിനൽ റിങ് അവൻ്റെ കയ്യിലാണ്. ഫേക്ക് റിങ്ങാണ് ഈ വില്ലന്മാരൊക്കെ കൂടെ കൊണ്ടുപോയത്. വില്ലന്മാരൊക്കെ മണ്ടന്മാരാണ്, നായകന്മാരാണ് ഹീറോ.